ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എവിടെയാണ്? ഗോളിയാർ മധ്യപ്രദേശ് എത്തിയിട്ടുണ്ട്. എന്താ പറയുക, വീഡിയോ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഇവന്മാരൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നില്ല. പറഞ്ഞോട് ഇപ്പോൾ എവിടെയാണെന്നൊക്കെ. നമ്മളിപ്പോൾ ഗോളിയാർ മധ്യപ്രദേശിലാണ്. നമ്മളിപ്പോൾ ഹോട്ടൽ സിറ്റി ഗ്രാൻഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ സ്റ്റേ എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അടുത്ത് നമ്മളെ കൂടെയുള്ള വ്യക്തി പറഞ്ഞിരിക്കണം, അവനെ ഇതൊന്നും ചോദിച്ചറിയും. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റൂമിൽ നമ്മുടെ ലഗേജ് എല്ലാം കൊണ്ട് വെച്ചിട്ട് ഇനിയിപ്പോ നമ്മൾ താഴോട്ട് പോകും. ഇതല്ലേ ബാത്റൂം? ഓ സോറി ഗൈസ്, ബാത്റൂം മാറിപ്പോയതാണ്. ബാത്റൂം ഇവിടെയാണ്. അത്യാവശ്യം കൊള്ളാം, നല്ല ബാത്റൂം. നമുക്ക് വേണ്ട പേസ്റ്റും സാധനങ്ങളും ബ്രഷും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഓ, ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. ഇവിടെ ഒരു ബാൽക്കണിയാണ്, അത് നേരത്തെ തുറക്കാൻ പറ്റിയില്ല. ഇവിടെ ഇറങ്ങുമ്പോൾ വെളിയിലത്തെ വ്യൂ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക. ഗൈസ് ഇപ്പോൾ ഇവിടെ കഴിക്കാൻ വന്നതാണ്. കഴിക്കാൻ വന്ന കൈ കഴുകാൻ വാഷ് ബേസിൻ്റെ പോലെ നോക്കി. എൻ്റെ കൈയും കഴുകിട്ട് ഇത്തിരി ഒഴിച്ച് വെള്ളം, അത് കൈ വെച്ച് തുറക്കാൻ പോലും പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ ക്യാമറ കാണുമ്പോൾ നാണമാണ്. രണ്ട് വയസ്സ് ഇതാണോ? ഇവന്റെ അടുത്ത് പറയാൻ ഇതാണോ? അത് വേണ്ട. അവിടെ ഇവൻ മതി. ചപ്പാത്തി ചപ്പാത്തി ഒന്ന് കഴിഞ്ഞു ഗൈസ്. ഇതൊന്ന് പിന്നെ പുഴുങ്ങിയ മുട്ട ആണോ? എല്ലാം ഇരിപ്പുണ്ട്. ഇതാണ് കഴിക്കുന്നത്. അമ്പാടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാജാറാം ഒരു കോഫി എടുക്കാൻ പോയിട്ടുണ്ട്. ചുമ്മാ ഏരിയാടാ. ഗോയ്സ്, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റൂമിലോട്ട് പോകാം. ആ, ഞങ്ങൾ കഴിച്ചു. അത് മറ്റേ വേറെ ചപ്പാത്തി ചമ്മന്തി
നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുയ്സ്. നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. നല്ല ഇവിടെ ഒരു നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇവിടെയാണ് ഗുയ്സ് നമ്മുടെ റൂം. നമ്മൾ പോവുകയാണ്. ഇങ്ങനെയാണ് പതിപ്പതാന്തം വെള്ളിച്ചാടേണ്ടത്. കണ്ടു ഗൈസ്, വെള്ളം തെറിപ്പിക്കാതെ. ഗൈസ് നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിലും നമ്മൾ എന്തിനാണ് ഇപ്പൊ മധ്യപ്രദേശ് വന്നതെന്ന് പറഞ്ഞില്ല. ഖേലോ ഇന്ത്യ മത്സരിക്കാൻ വേണ്ടിയാണ് വന്നത് ഗൈസ്. നാഷണൽ യൂത്ത് ഗെയിംസ്. അമ്പാടിക്കാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഉടനെ വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായത് രാജാറാം പറഞ്ഞു. നമ്മൾ കേരള എക്സ്പ്രസ്സിലാണ് വന്നത്. സത്യത്തിൽ ഫുഡൊന്നും അവിടെ നിന്ന് വാങ്ങരുത്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിപ്പോയി. ബിരിയാണി അല്ല, അത് പഴങ്കഞ്ഞി എന്ന് പറയാൻ പറ്റും. ആ രീതിയിലായിരുന്നു ഉള്ളത്. പിന്നെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നിങ്ങൾ പുറത്ത് നിന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങണം. നമ്മൾ കേരള എക്സ്പ്രസ് 3rd AC-ലാണ് വന്നത്. ഫുഡ് സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു. ചിക്കൻ ബിരിയാണി നമുക്ക് ഒരു പഴങ്കഞ്ഞിയായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ബാക്കി എല്ലാവരുടെയും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇവിടെ മുറിയിൽ കൊള്ളാം, നല്ല രസമുണ്ട്. വൈഫൈ കണക്ട് ചെയ്തോണ്ട് കോളൊന്നും എടുക്കല്ലേ. ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്. ഔട്ട്സൈഡ് വ്യൂ ഇതാണ് ഔട്ട്സൈഡ് വ്യൂ. അപ്പോൾ ഗോയ്സ് നമ്മൾ ഇപ്പോൾ സ്റ്റേഡിയത്തോട്ട് പോവുകയാണ്. മത്സരം നടക്കുന്ന റൂം ലോക്ക് ചെയ്ത് ഇറങ്ങി. നമ്മളെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റേഡിയത്തോട്ട് പോകും. അത് ആ ഭാഗം ഒന്ന് വെട്ടിക്കളയണേ. ഗൈസ് നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഖേലോ ഇന്ത്യയുടെ ഓരോ കിറ്റ് വീതം കിട്ടിയിട്ടുണ്ട്. നമ്മൾ മത്സരിക്കുന്ന എല്ലാവർക്കും ഓരോ കിറ്റ് വീതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. വേണ്ടത് എല്ലാവരും ഇപ്പം കഴിക്കാൻ വേണ്ടി റെഡിയാണ്. ഇതിൻ്റെ ഡിന്നറാണ്. കുറച്ച് ഉള്ളി നാരങ്ങ മാത്രമല്ല, വേറെ പല സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഒരു പാത്രമാണ്. 304 വേണമെങ്കിൽ തിരിച്ചു വരണം. അതാണ് നമ്മളെ പോളിസി.
എനിക്ക് വേണ്ട. 4 പേരാണ് റൂമിൽ. അപ്പോൾ നിങ്ങൾ 4 പേരായില്ലേ? കഥയാണ്. എന്തായി അമ്മ? Viajando. ഗൂസ് നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്.
എൻ്റെ സൗണ്ട് എല്ലാം പോയിരിക്കുന്നത് രാജാറാം സംസാരിക്കുന്നു. ആ പാവത്തിന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. നല്ല തണുപ്പുണ്ട്. ഇവിടെ വന്ന് ഒരു ഷോർട്സ് ഇട്ടോണ്ട് വല്ല വന്ന് നിന്ന് കഴിഞ്ഞാൽ വിറച്ച് പോവും. ഇത് തുടങ്ങാൻ ടൈമായിട്ടില്ല. അതാ നമ്മൾ അമ്പാടി ആശം എന്തിനോ പോവുകയാണ്. എന്തിനാണ് നമുക്ക് പറയാം. ഇവിടുത്തെ വെയിലിനൊരു പ്രത്യേകതയുണ്ട്. എന്താ, വെയിലിന് ചൂടില്ല. പേരിനാണ് വെയിൽ. വെയിലത്ത് എത്ര നിന്നാലും ചൂടെടുക്കത്തില്ല, തണുക്കത്തേ ഉള്ളൂ ഇവിടെ. എക്സാമ്പിൾ മീ തണുത്ത് വിറയ്ക്കുന്ന കണ്ടില്ലേ. ഇവിടെ എന്താ ഒന്നും തുടങ്ങിയിട്ടില്ല, എല്ലാവരും വരുന്നതേ ഉള്ളൂ. ഗൈസ് കണ്ടോ ഗൈസ്, ഇവിടെയാണ് നമ്മളെ കോമ്പറ്റീഷൻസ് എല്ലാം നടക്കുന്നത്. ഇത് ഫസ്റ്റത്തെയാണ്. ഇത് ഫസ്റ്റത്തെയാണ്. അത് സെക്കൻഡ്, തേർഡാണ്. മൂന്നും ഒരേ ടൈമിലാണ് നടക്കുന്നത്. അതിൽ നിന്ന് പിന്നെ ഫൈനൽസ് ഒറ്റ കോട്ടിൽ. പിന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ ഈ LED സ്ക്രീനുകൾ മാർക്ക് കാണിക്കുന്നതായിരിക്കും. അതാണ് വലിയ പണി. എല്ലാവരും സ്കോർ കണ്ടത് നമുക്ക് നോക്കിയാലേ. നമുക്ക് നടക്കാം ഗൈസ്. കോൺഫ്ലെക്സ് പിന്നെ വെയിലൊക്കെ ദൂരം നടക്കും. അതെ ഗൈസ്, അടിപൊളി ഫുഡാണ്. ഇതാണ് നമ്മളെ ലാസ്റ്റ് മീൻ. കണ്ടോളൂ, പ്ലെയിൻ ചോറ്, കുറച്ച് ചിക്കൻ കറി, രണ്ടും
Start.